യെസ് മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, കേരളത്തിലെ സാധാരണക്കാരനായ ഒരു കോൺഗ്രസ് പ്രവർത്തകന് മുന്നിൽ സോണിയാഗാന്ധിയുടെ വസതിയുടെ ഗേറ്റ് തുറക്കപ്പെടുമോ സർ? കേരളത്തിലെ സാധാരണക്കാരനായ ഒരു കോൺഗ്രസ് പ്രവർത്തകനോ സർ സോണിയാഗാന്ധിയുടെ വസതിക്കുള്ളിലേക്ക് പ്രവേശനമുണ്ടോ സർ? ആരാണ് സാർ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയത്? എന്തുദ്ദേശത്തിലാണ് സാർ അവിടെ കയറ്റിയത്? ആരാണ് അവിടേക്ക് കൊണ്ടുപോയത് സാർ? കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് സാധിക്കാത്ത കാര്യം എങ്ങനെ പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിൽ സാധിച്ചു സാർ? ഈ ഉത്തരങ്ങൾ ഇത് ചർച്ച ചെയ്യാതെ വാസ്തവത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ഒളിച്ചോടുകയാണ് ചെയ്തത്. അടിയന്തര പ്രമേയത്തിലൂടെ ഈ വിഷയം കൊണ്ടുവരാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നല്ലോ സാർ. അവർക്കിത് ഉന്നയിക്കാമായിരുന്നല്ലോ സാർ. എന്തുകൊണ്ടാണ് അവർ ഉന്നയിക്കാത്തത്? അപ്പൊ അവർ ഒളിച്ചോടുകയാണ് സാർ. അവർ കുറ്റം ചെയ്തിരിക്കുന്നു, അവർ കളവ് ചെയ്തിരിക്കുന്നു സാർ. അവർ ഒളിച്ചോടുകയാണ്. ഇത് കേരളം കാണട്ടെ സാർ. ജനാധിപത്യ മര്യാദ അനുസരിച്ച് കേരളം കാണുന്നതിനും അറിയുന്നതിനും ഇക്കാര്യം ഈ നിയമസഭയിൽ ചർച്ച ചെയ്യാമായിരുന്നല്ലോ സാർ. അവരുടെ ഒളിച്ചോട്ടമാണ്. ധൈര്യമുണ്ടെങ്കിൽ കേരള നിയമസഭയിൽ ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ അവകാശത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അവസരം തേടുകയാണ് സാർ ചെയ്യേണ്ടത്. ഇവിടെ ബഹുമാനപ്പെട്ട MLA ഉന്നയിച്ച വിഷയത്തിൽ സാർ 10ാം മാസത്തിലാണ്, ഒക്ടോബർ മാസത്തിലാണ് ചർച്ച നടന്നത്. 20ാം തീയതി ഇതിന്റെ അന്നത്തെ ചർച്ചയിൽ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് പ്രപ്പോസൽ നൽകണമെന്ന്. ഇന്നലെയുടെ തലേന്ന് ആ പ്രപ്പോസൽ ഗവൺമെന്റിൽ എത്തിയിട്ടുണ്ട് സാർ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ഗവൺമെന്റ് ഓർഡറായി തന്നെ സാർ. സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സാർ, സ്വർണം കെട്ടത് ആരാണ്? കോൺഗ്രസ് ആണ് അയ്യപ്പ. ഞാൻ വിളിച്ചുതരാം. സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സാർ, ഇവിടെ ഗുണം മുഴുവൻ സ്വർണം കെട്ടത് ആരാണെന്നല്ലോ സാർ. സാർ, സോണിയാഗാന്ധിയെ സംബന്ധിച്ചിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ അവര്. സോണിയാഗാന്ധി 2 പ്രാവശ്യം സ്വർണം കെട്ടവർ കാണാൻ പോയതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ലല്ലോ സാർ. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീടുണ്ട് സാർ. സാർ, സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണമുണ്ട്. സ്വർണം സാർ. സോണിയാഗാന്ധിയെ പറ്റി എന്താ പറയാത്തത്? സോണിയാഗാന്ധിയെ പറ്റി പറ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ 2 പ്രാവശ്യം പോയില്ലേ? അവിടെ കയ്യിൽ കെട്ടിക്കൊടുത്തില്ലേ സ്വർണം? ആ സ്വർണം എവിടുത്തെ സ്വർണം? സോണിയാഗാന്ധിയെ പറ്റി പറ. കോൺഗ്രസ് നേതാക്കളെ പറ്റി പറ. സാർ, തീർന്നില്ല സാർ. വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ സോണിയാഗാന്ധിയുടെ അടുത്ത് എന്തിനാ 2 പ്രാവശ്യം തന്ത്രി പോയത്? എന്തിനാ പോയത് സോണിയാഗാന്ധിയുടെ അടുത്ത്? ആരാ കൊണ്ടുപോയത് സോണിയാഗാന്ധിയുടെ അടുത്ത്? ആരാ കൊണ്ടുപോയത് സോണിയാഗാന്ധിയുടെ അടുത്ത്? മറുപടി പറ. എന്തിനു വേണ്ടി സോണിയാഗാന്ധിയുടെ അടുത്ത് പോയി? സോണിയാഗാന്ധിയുടെ അടുത്ത് എന്തിനു കൊണ്ടുപോയി? സോണിയാഗാന്ധിക്ക് ഇതിനുള്ള പങ്ക് സാർ. സോണിയാഗാന്ധിയുടെ കയ്യിൽ സ്വർണം കെട്ടിക്കൊടുത്തു. ടേബിൾ ചെയ്തോ.